വിശദമായി നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെയാണ് അദ്ദേഹം ചൈനയിലെത്തിയത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ചയും പ്രധാനമന്ത്രി നടത്തും. ഇരു നേതാക്കളും ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധങ്ങൾ വിലയിരുത്തും. അമേരിക്ക ഉയർന്ന തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന യോഗം അത് അതീവ നിർണായകമാണ്. MG മിഥുൻ നൽകും വിവരങ്ങൾ. മിഥുൻ, ലോകം ഉറ്റുനോക്കുകയാണ് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതീവ നിർണായകമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയെ സന്ദർശിക്കുന്ന പ്രത്യേകത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, എന്ത് പ്രതീക്ഷിക്കണം? ഊഷ്മളമാകുമോ ഇന്ത്യ ചൈന ബന്ധം? ഭവ്യ, വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ലോകമുറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ വേദിയാകാൻ പോകുന്നത്. ചൈനയിൽ അല്പസമയത്തിനകം, അതായത് ഇന്ത്യൻ സമയം കൃത്യമായി പറഞ്ഞാൽ 9:30 ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില കരാറുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇരു നേതാക്കളും തമ്മിൽ ധാരണയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകമുള്ളത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുവ ഭീഷണി, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പുതിയൊരു ലോകക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചേരി ഉരുത്തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നുള്ള കൂടിയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. മറ്റു കുറേയധികം വിഷയങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമാകുമെന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പ് 2018 മോദി ചൈന സന്ദർശിച്ചത്. അതിനുശേഷം 7 വർഷത്തിനിപ്പുറമാണ് വീണ്ടും ഒരു സന്ദർശനം. ഒപ്പം തന്നെ ഷീ ജിൻപിങ്ങുമായി 2024 SCO മീറ്റിൽ റഷ്യയിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വഷളായിട്ടുള്ള ആ കലഹങ്ങൾക്ക് മഞ്ഞുരുകാൻ തുടങ്ങിയത്. അതിനുശേഷം നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലും ഉണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രി ചൈനയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വന്ന് ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ പരസ്പരം സഹകരണവുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഗാൽവാൻ സംഘർഷത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ എതിരായിട്ടുള്ളൊരു നീക്കം, അത് വളരെ ശക്തിയായി ഇത്തരത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. വ്ളാഡിമിർ പുടിൻ അല്പസമയത്തിന് മുമ്പ് ചൈനയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നാളെയാണ് മോദി പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചർച്ചകൾ വിശദമായി നോക്കാം. എന്തൊക്കെ വിഷയങ്ങൾ ഈ മോദി ഷീ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും യുഎസിനെതിരെ ഒരു പുതിയ സാമ്പത്തിക ചേരി ഉയർന്നു വരുമെന്നുള്ളത് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അതിൽ വൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റ് കാര്യങ്ങൾ, അതായത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ചില കരാറുകൾക്ക് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിലുണ്ട്. ഏകദേശം 45 മുതൽ 1 മണിക്കൂർ മാത്രമാണ് ഈ ഒരു കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുന്നത്. അത്രയും സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുവദിച്ച് നൽകുകയും ചെയ്തത്. അതിലേതൊക്കെയാണ് എന്നുള്ളതാണ്, അതായത് ധാരണയിലെത്തുന്ന വിഷയങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതായത് ചൈന വിപണിയിൽ ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ, അതിനുവേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. അക്കാര്യത്തിൽ ഒരു കൃത്യമായ അന്തിമ തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സംഘർഷത്തിനൊക്കെ പിന്നാലെ കൂടുതൽ ഇവിടേക്കുള്ള ഇറക്കുമതി അത് വളരെ രീതിയിൽ കുറഞ്ഞിരുന്നു. അതിൽ ചില ഉപരോധം ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ശക്തമാക്കാനുള്ള ഇടപെടൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഈ വിതരണ ശൃംഖല 2020 മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമുണ്ടാകും. പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്നതിന് ശേഷം വലിയ രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, വലിയ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുൻപുണ്ടായിരുന്ന ആ ഒരു വ്യാപാരം അല്ലെങ്കിൽ പല മേഖലയിലും ഉണ്ടായിരുന്ന സഹകരണം അത് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്ക് 2020 മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ചൈനയിൽ നിന്നും മരുന്ന് നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾ അത് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവിധ രോഗങ്ങൾക്കായിട്ടുള്ള മരുന്നുകൾ, അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ അതൊക്കെ ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം, അതിനുവേണ്ടിയുള്ള വഴി ഒരുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, വിസ തടസ്സം പൂർണ്ണമായി നീക്കൽ. അതായത് ഈ സംഘർഷം ഉരുത്തിരിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പിന്നീട് കോവിഡ് വന്നിരുന്നു. ആ കോവിഡ് കാലത്ത് പൂർണ്ണമായും ഇത്തരത്തിൽ ഈ വിസ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമായി നിർത്തിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അത്
പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്തു ഇന്ത്യയിലേക്കായെങ്കിലും അല്ലെങ്കിൽ ചൈനയിലേക്ക് പോകുന്നതിനുമൊക്കെ വിസ നടപടികൾ പൂർണ്ണമായും പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. ഒപ്പം തന്നെ നേരിട്ടുള്ള വിമാന സർവീസ് അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് വന്നതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള ഒരു വിമാന സർവീസ് ചൈനയിലേക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് ക്രമാതീതമായി കുറയുകയും പിന്നീട് അത് പൂർണ്ണമായും നിർത്തലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അവ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഈ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള ചില ധാരണകൾ നേരത്തെ വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇത്തരത്തിൽ ഇന്ത്യയിൽ സന്ദർശിച്ചപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ എസ് ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ഇക്കാര്യത്തിലൊരു ധാരണയായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നേരത്തെ പുറത്തു വരികയും ചെയ്തു. അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു വ്യക്തമായ ചിത്രം ഇന്ന് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അതിർത്തി നദികളിലെ ജലം പങ്കിടുന്നതിൽ ധാരണ, പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര നദീജലവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വളരെ കാലമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ചൈന ഒരു വലിയ ബ്രിഡ്ജ് പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അക്കാര്യത്തിലൊക്കെ കൃത്യമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് നമുക്കറിയാം, അരുണാചൽ പ്രദേശ് അടക്കമുള്ള മേഖലകളിൽ ചൈനയുടെ ഒരു കടന്നുകയറ്റമുണ്ടാവും. ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണ്. അതിൽ നിന്ന് ഒരിക്കലും ചൈന പിന്നോട്ട് പോവുകയും ചെയ്തില്ലായിരുന്നു. ഒപ്പം തന്നെ ഇത് ചൈനയുടെ ഭാഗമാണ് എന്ന രീതിയിൽ ചില മാപ്പുകളൊക്കെ പുറത്തു വരികയും കണ്ട് അക്കാര്യത്തിലും കൃത്യമായ ഒരു ധാരണ ഇതിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഉപരോധം ഏർപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനീസ് നിർമ്മിത ആപ്പുകൾക്ക് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഉടനീളം ബാൻ ചെയ്തിരുന്നു. അതിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രധാനപ്പെട്ടത് ടിക്ടോക്കിന് അടക്കം ഇന്ത്യയിൽ വിലക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവലിക്കുന്ന നടപടികളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ചൈനയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചൈന പ്രധാനമായും ഒന്ന് നമ്മൾക്കറിയാം, ഈ പുതിയൊരു ലോകക്രമം ഉരുത്തിരിയുന്ന സാഹചര്യം ഉണ്ടാകും. അതിനു പിന്നാലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സഹകരണം അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചധികം വിട്ടുവീഴ്ചകൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായി വരും. അതൊക്കെ ധാരണയിലെത്തിയാൽ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്. അതിൽ പ്രധാനമായും ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അത് നീക്കണമെന്നുള്ള നിർദ്ദേശം സ്വാഭാവികമായും ഷി ജിൻപിങ് നരേന്ദ്രമോദിക്ക് മുമ്പാകെ വെക്കും. അതിലെന്ത് നിലപാട് ഇന്ത്യ സ്വീകരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, 51% നിക്ഷേപം വേണമെന്നുള്ള ആവശ്യമാണ് ചൈന മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിർമ്മാണമുണ്ട്, ഊർജ്ജമുണ്ട്, വാഹനം തുടങ്ങിയ മേഖലകളാണ് ഇത്തരത്തിൽ 51% നിക്ഷേപം വേണമെന്നുള്ള ആവശ്യം ചൈന മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒരു 25% വരെ നിക്ഷേപം അനുവദിച്ചേക്കാമെന്നുള്ള സൂചനകളാണ് ഇത്തരത്തിൽ സാമ്പത്തിക വിദഗ്ധരും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളും ഒക്കെ പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ. അതായത് അത്രത്തോളം നൽകാൻ ഇന്ത്യ തയ്യാറായേക്കും എന്നുള്ളതാണ് ഇവർ നൽകുന്ന സൂചന. കാരണം 51% എന്ന് പറയുന്നത് അത്രത്തോളം നിക്ഷേപം ചൈനയ്ക്ക് നൽകിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 25% വരെ നിക്ഷേപം അനുവദിച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും. അതൊരു പക്ഷേ ചൈന അംഗീകരിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം 2020 മുമ്പിൽ മുന്നേകിൽ ഏകദേശം 15% അല്ലെങ്കിൽ 20% ഒക്കെ നിക്ഷേപം ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് 25% ഉയർത്താമെന്നുള്ളൊരു നിർദ്ദേശം സ്വാഭാവികമായും ഇന്ത്യ മുന്നോട്ട് വെക്കും. അത് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത്. മറ്റൊന്ന്, ഇന്ത്യയുടെ ആവശ്യങ്ങൾ നമുക്ക് പ്രധാനമായും നോക്കേണ്ടതായിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയുടെ കയറ്റുമതി ഈ ഒരു സാഹചര്യത്തിൽ ക്രമാതീതമായി ഇടിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ ഉള്ള ഒരു സമീപനം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. മറ്റൊന്ന്, റെയർ എർത്തിൻ്റെ കയറ്റുമതി പുനരാരംഭിക്കും. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ റെയർ എർത്തിൻ്റെയും ഒക്കെ കയറ്റുമതി അത് കൂടുതൽ പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം പ്രത്യേകിച്ച് മുന്നോട്ട് വെക്കും. പ്രത്യേകിച്ച് ഖനനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള